കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ച വിഷയം യേശുവിൻ്റെ നാമത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. സകല നാമത്തിനും മേലായ നാമം. ഇതെല്ലാം ഡെലിവറൻസിൻ്റെ പാർട്ടാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്, ഇന്ന് തീർന്നില്ലെങ്കിൽ ഒരു എപ്പിസോഡ് എടുക്കും, യേശുവിൻ്റെ രക്തത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. യേശുവിൻ്റെ രക്തത്തിന് അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ടാണ് യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് കൂടുതൽ സമയം സംസാരിക്കുന്നത്. എബ്രായർ 12:24 സംസാരിക്കുന്ന ആബേലിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് സംസാരിക്കുന്നത്? വെഞ്ചൻസ് സംസാരിക്കുക, പ്രതികാരം. എന്നാൽ യേശുവിൻ്റെ രക്തം മേഴ്സി സംസാരിക്കുന്നത്, കരുണ സംസാരിക്കുകയാണ്. അതായത് യേശുവിൻ്റെ രക്തം പാപമില്ലാത്ത രക്തമായിരുന്നു. യേശുവിൻ്റെ രക്തം പാപമില്ലാത്ത രക്തമാണ്. എക്സും വൈയും ക്രോമസോം കൂടിയൊക്കെ ഉണ്ടായ സാധാരണയുള്ള പുരുഷ ബീജവും സ്ത്രീയുടെ അണ്ടവും തമ്മിൽ യോജിച്ചുണ്ടായ രീതിയിലല്ലല്ലോ യേശു ഉണ്ടായത്. നമുക്കറിയാം, മറിയയിലെ ജാതനായെങ്കിലും പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നിഴലിട്ടപ്പോഴേ ദൈവത്തിൻ്റെ പ്രജയായി ജനിക്കാനായിട്ട് യേശുവിന് ഇട വന്നതായിട്ട് നമ്മളെ കാണുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നതിന് നമ്മളെ ഉപയോഗിക്കാനായിട്ട് യേശുവിൻ്റെ രക്തം പര്യാപ്തമായി തീർന്ന് കാണുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില വാക്യങ്ങൾ ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എഫേസ്യർ 1:7 അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. The blood of Jesus, in him we have redemption through his blood for forgiveness of sin. അതായത് നമ്മളെ വീണ്ടെടുത്തത് അവൻ്റെ രക്തത്താലാണ്. 1 പത്രോസ് 18-19 വാക്യങ്ങളിലെ വ്യർത്ഥവും പ്രതിപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെയും പറയുന്നുണ്ട്, യു ആർ നോട്ട് റിഡീംഡ് വിത്ത് പെരിഷബിൾ തിങ്സ് ബട്ട് ദ പ്രഷ്യസ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ്. വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ പാപങ്ങൾക്ക് വേണ്ടി, പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി രക്തവുമായി പോകുന്ന കാര്യം പഴയ നിയമത്തിലുണ്ട്. രക്തം ചൊരിഞ്ഞെങ്കിൽ മാത്രമേ, രക്തം ഷെഡ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ ഫൊർഗീവ്നെസ് ഉള്ളൂ, അവിടെ ക്ഷമയുള്ളൂ, പാപക്ഷമയുള്ളൂ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്നേക്കുമായി ആ രക്തം ചൊരിഞ്ഞു എന്ന് കാണുന്നു. അപ്പോൾ ഈ രക്തം നമ്മളെ എന്ത് ചെയ്യുന്നു? നമ്മളെ വിടുവിക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ രക്തത്തിൻ്റെ പ്രാധാന്യം അതാണ്. രക്തം നമ്മളെ വിടുവിക്കുന്ന ഒന്നാണ്. എബ്രായർ 9:19 മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഇവിടെ സ്പ്രിംഗ്ലിംഗ് ഓഫ് ബ്ലഡിനെ കുറിച്ചാണ് പറയുന്നത്. മോശ രക്തം തളിച്ചു ജനങ്ങളുടെ മേലെ, കൂടാരത്തിൽ അത് ശുദ്ധീകരിക്കപ്പെട്ടു. അപ്പോഴേ തളിക്കപ്പെടുന്ന രക്തം അത് ആത്മീയ ലോകത്തിൽ ശുദ്ധീകരണമുണ്ടാക്കുന്നു. ആത്മീയ ലോകത്തിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം തളിക്കപ്പെടുമ്പോൾ, ഇത് ആത്മീയ തലത്തിലാണ് സംസാരിക്കുന്നത്. യേശുവിൻ്റെ രക്തം ആത്മീയ തലത്തിൽ, ആത്മീയ ലോകത്തിൽ ശുദ്ധീകരണം നടത്തുന്നു. 22-ാം വാക്യത്തിൽ ന്യായപ്രമാണത്താൽ ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നു 22-ാം വാക്യത്തിൽ. ഓക്കെ, ഏതാ? എബ്രായർ 9:22. അതുകൊണ്ട് യേശുവിൻ്റെ രക്തം ഇന്നും തളിക്കപ്പെടുകയാണ്. എല്ലാ മക്കൾക്കും യേശുവിൻ്റെ രക്തം തളിക്കാനായിട്ട് സാധ്യമാണ്. ആത്മീയമായിട്ടാണ് സംസാരിക്കുന്നത്. യേശുവിൻ്റെ രക്തം ഇന്നും എല്ലാവർക്കും തളിക്കാൻ പറ്റും. യേശു വീണ്ടെടുത്ത ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ രാജ്യവും പുരോഹിതന്മാരുമായി വെച്ചിരിക്കുകയാണ്. റെവലേഷൻസ് 1:6, വെളിപ്പാട് പുസ്തകം 1:6, നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതനുമാക്കി തീർത്തവനുമായി എന്നേക്കും മഹത്വവും ബലവും. ആമേൻ. അപ്പോഴേ ദൈവം, യേശു നമ്മളെ വിടുവിച്ച് രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചിരിക്കുകയാണ്. ഇതൊരു കവനൻ്റ് ബ്ലഡാണ്, ഒരു ഉടമ്പടിയുടെ രക്തമാണ്.
കവനൻ്റ് എന്ന് പറഞ്ഞാൽ പുതിയ നിയമം. ഓൾഡ് കവനൻ്റ് പഴയ നിയമം, ന്യൂ ടെസ്റ്റ്മെൻറ്റ്, ന്യൂ കവനൻ്റ് എന്ന് പറയുന്ന പുതിയ നിയമം. ഈ പുതിയ നിയമം അനുസരിച്ച് എന്താണ്? നിങ്ങൾക്കൊരു ലീഗൽ റൈറ്റ് കിട്ടുന്ന ഒന്നാണ് പുതിയ നിയമം. ഒരു നിയമമാണ്, സ്വർഗീയമായിട്ടുള്ളൊരു നിയമമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. ഇതാര് പറഞ്ഞ? യേശു പറഞ്ഞ. അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ക്ലിയറായിട്ട് കാണാൻ പറ്റും, ഇവിടെ ഒരു ലീഗൽ റൈറ്റ് നമുക്ക് തരികയാണ് യേശുവിൻ്റെ രക്തത്താൽ. ഉടമ്പടിയുടെ രക്തം നമുക്ക് തരുന്ന ഒരു ലീഗൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ രക്തം, നമ്മളെ തളിക്കപ്പെടുന്ന രക്തം നമ്മളെ റിഡീം ചെയ്യാനായിട്ട് മതിയായിട്ടുള്ള രക്തമാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിച്ച. ദൈവത്തിൻ്റെ രക്തം നമ്മളെ റിഡീം ചെയ്യുന്നതാണ്. അത് നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ നമ്മളെ റിഡീം ചെയ്യും. രണ്ടാമത് ഇതിലുള്ളത് ക്ലെൻസിങ് പവർ ഓഫ് ദ ബ്ലഡ്, ശുദ്ധീകരിക്കുന്ന രക്തം. 1 യോഹന്നാൻ 1 എഴുതുന്ന പാപത്തെ കഴുകിക്കളയുന്ന കാര്യം നമുക്കറിയാം. ആരെങ്കിലും പാപം ചെയ്തുവെങ്കിലോ ഏറ്റു പറഞ്ഞാൽ അവൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. യേശു മത്തായിയുടെ സുവിശേഷം 26-28 പറഞ്ഞ്, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിൻ്റെ എൻ്റെ രക്തം. പാപമോചനം എന്ന് പറഞ്ഞാൽ പാപക്ഷമയും ശുദ്ധീകരണവും അടങ്ങിയിരിക്കുകയാണ്. റിമൂവ് ഓൾ ഇമ്പ്യൂരിറ്റീസ്. എന്നിട്ട് എൻ്റെ ദേഹിയിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിക്കുന്ന രക്തം. എൻ്റെ ദേഹി ശുദ്ധീകരിക്കുകയാണ്. എൻ്റെ ദേഹിയെ ശുദ്ധീകരിക്കുന്നത് ഈ രക്തത്താലാണ് ശുദ്ധീകരിക്കുന്നത്. ഈ രക്തം ഉപയോഗിച്ചാണ് നമ്മുടെ ദേഹിയെ ശുദ്ധീകരിക്കുന്നത്. റോമർ 5:9 പറയുന്നത്, അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അതിന് കുറ്റബോധം നമ്മുടെ ദേഹിയിൽ നിന്ന് മാറ്റുന്ന ഒന്നാണ് അവൻ്റെ രക്തം. ശ്രദ്ധിക്കുക, കുറ്റബോധം, പാപം ചെയ്തിട്ടുള്ള കുറ്റബോധം നമ്മുടെ ദേഹിയിൽ നിന്ന് മാറ്റുന്നതാണ് യേശുവിൻ്റെ രക്തം. അക്യൂസർ ഓഫ് ബ്രദറൻ എന്ന് പറയുന്നത് ആളുകളെ കുറ്റാരോപണം ചെയ്യുന്ന പിശാച്, അവനാണ് കുറ്റബോധം കൊണ്ടുവരുന്നത്. അതിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നതാണ് യേശുവിൻ്റെ രക്തം. അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കും, ഇപ്പോൾ യേശുവിൻ്റെ രക്തം എവിടാ? ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ചില പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിൽ നിന്ന് ചില റെഫറൻസുകൾ യേശുവിൻ്റെ രക്തം എവിടെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. സ്വർഗത്തിലൊരു വിശുദ്ധ മന്ദിരമുണ്ട്. നമുക്കിതൊന്നും കാണാൻ പറ്റത്തില്ല. സ്വർഗത്തിലൊരു വിശുദ്ധ മന്ദിരമുണ്ട്. ഈ വിശുദ്ധ മന്ദിരത്തിൻ്റെ മോഡൽ എന്ന് പറയുന്നത് ടാബർനാക്കിള്, സമാപന കൂടാരത്തിൻ്റെ മോഡലാണ്. ഈ സമാപന കൂടാരത്തിൻ്റെ മോഡലായിരുന്നു യെരുശലേം ടെമ്പിളിൻ്റെ മോഡൽ. ഇതനുസരിച്ചാണ് ഇന്ന് പല പള്ളികളും ഒക്കെ ഇങ്ങനെ ആ മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിലൊരു വിശുദ്ധ മന്ദിരമുണ്ട്. ഓക്കെ, അതിൽ ആ വിശുദ്ധ മന്ദിരത്തിൽ അത് ഒരു വാക്യമുണ്ട്, സങ്കീർത്തനം 11:4, യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകും. യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാണ്, അവിടെ ഒരു വിശുദ്ധ മന്ദിരമുണ്ട്. ലോർഡ് ഈസ് ഇൻ ഹിസ് ഹോളി ടെമ്പിൾ. ദൈവം അവിടെ ഉണ്ട്, അവിടെ വസിക്കുകയാണ്, സ്വർഗത്തിലുണ്ടത്. അത് ഞാൻ കണ്ടിട്ടില്ല, നമ്മളാരും കണ്ടിട്ടില്ല. സ്വർഗത്തിലൊരു വിശുദ്ധ മന്ദിരമുണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു, അത് ഞാൻ വിശ്വസിക്കുന്നു. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ, അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു. ഒന്ന് ശ്രദ്ധിക്കുക, സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവൻ്റെ നിയമപ്പെട്ടവും അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. അപ്പോൾ സ്വർഗത്തിലൊരു ദേവാലയം തുറന്നു, അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. ഇതെല്ലാം സ്വർഗത്തിലുണ്ട് സംഭവം. ഒരു ദേവാലയം സ്വർഗത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ മോശ ഉണ്ടാക്കിയ പോലെ ടാബർനാക്കിൾ, ഒരു ഔട്ടർ കോട്ട്, ഹോളി പ്ലേസ്, മോസ്റ്റ് ഹൈ പ്ലേസ് ഒക്കെ ആയിട്ടുള്ളതുണ്ട്. ചില സഭകളിലുമൊക്കെ ഇങ്ങനെ പാടുന്നില്ലേ, ശോഭ നിറഞ്ഞൊരാലയത്തിൽ വസിക്കുന്ന പരിശുദ്ധ എന്ന് പറഞ്ഞ് ചില ആളുകൾ ചില ഗീതങ്ങളുമൊക്കെ ചില സഭകളിൽ പാടുന്നുണ്ട്.
ചില മർത്തോമ സഭ പോലെ അങ്ങനെയൊക്കെയുള്ള സഭകളിൽ പാടുന്നുണ്ട്. അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ, ആ ആലയമല്ല ശോഭ നിറഞ്ഞത്, അവർ നിൽക്കുന്ന ആലയമല്ല ശോഭ നിറഞ്ഞത്. ശോഭ നിറഞ്ഞൊരു ആലയത്തിൽ ദൈവം വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ശോഭ നിറഞ്ഞ ആലയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സ്വർഗത്തിലൊരു വിശുദ്ധ മന്ദിരമുണ്ട്, അവിടെ ദൈവം വസിക്കുന്നു. അത് സങ്കീർത്തനത്തിൽ നിന്ന് പറഞ്ഞു, വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ മോശ ഉണ്ടാക്കിയ ടാബർനാക്കിൾ പോലെയൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ട് എന്ന് നിങ്ങളങ്ങ് വിശ്വസിക്കുക. ഓക്കെ, ഇനി അടുത്ത 2 വാക്യം ഞാൻ വായിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ്. ഇതിന്ന് തീർന്നില്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഈ പ്രധാനപ്പെട്ട വാക്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് നന്നായിട്ട് പഠിക്കേണ്ട ഒരു വാക്യമാണ്. എബ്രായർക്ക് ലേഖനം 9:13-14 വാക്യം. ഇതെന്താ എഴുതിയിരിക്കുന്നത് ചോദിച്ചാൽ, ജഡീക ശുദ്ധി 13 തൊട്ട് വായിക്കാം. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെ നിഷ്കളങ്കരായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. ഒന്നുകൂടെ ഞാൻ വായിക്കാം, അത് 2ാമത്തെ ഭാഗം വായിക്കാം. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം. അപ്പോൾ ഇവിടെ കാണാം, യേശുവിൻ്റെ രക്തം പരിശുദ്ധാത്മാവ് മുഖാന്തരം ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് സ്പ്രിങ്കിൾ ചെയ്തു. ഹലോ, ശ്രദ്ധിക്കുക, യേശുവിൻ്റെ രക്തം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ സ്ഥലത്ത്, എവിടാണ്? ദൈവത്തിൻ്റെ ആലയത്തിലെ അവൻ്റെ അതിവിശ്വസ സ്ഥലത്ത്. അതാണ് ദൈവത്തിൻ്റെ പോളിസി, അതാണല്ലോ പഴയ നിയമത്തിൽ പറയുന്ന പോളിസിയാണ്. നിങ്ങളുടെ പാപത്തിന് വേണ്ടി ആട്ടുകൊറ്റന്മാരുടെ രക്തം, ആട്ടുകളുടെയും കാടകളുടെയും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീയ ശുദ്ധി വരുത്തുക. അന്ന് അതേ ഉള്ളൂ, പാപബോധം ഉണ്ടാക്കുക അല്ലെങ്കിൽ പാപക്ഷമ കൊടുക്കുക എന്നല്ലാതെ ഗിൽറ്റിന്ന് മാറ്റുന്നില്ല. അവരൊക്കെ ഒരു സാൽവേഷനില്ല, പാപത്തിൽ നിന്നുള്ളൊരു വിടുതലേ ഉള്ളൂ. പാപം തക്കാലം ക്ഷമിച്ചു കളയുന്ന മാത്രമേ ഉള്ളൂ. ഇവിടെ കാണുന്നത് ത്രൂ ദ ഹോളി സ്പിരിറ്റ്, അത് ഏറ്റവും പ്രധാനമാണ്, പരിശുദ്ധാത്മാവിനാൽ. അപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് യേശുവിൻ്റെ രക്തത്തെ ആക്സസ് ചെയ്യാം. ഞാനിന്ന് ഇത് മാത്രം പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. കാര്യം എബ്രായർ 9:14 പറയുന്നത് യേശു ക്രിസ്തു ചെയ്തൊരു വർക്കാണ്. യേശു കാൽവറിയിൽ യാഗമായ സമയത്ത് അവൻ്റെ രക്തം പരിശുദ്ധാത്മാവ് കൊണ്ടുപോയി അവിടെ സ്പ്രിങ്കിൾ ചെയ്തു. എവിടെ? ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത്. അതിവിടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നൊരു ഭാഗം ഇതാണ്, പരിശുദ്ധാത്മാവിനാൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ത്രൂ ദ എറ്റേണൽ സ്പിരിറ്റ് ഓഫേർഡ് ഹിംസെൽഫ് വിത്തൗട്ട് സ്പോട്ട് ടു ഗോഡ്. യേശുവിൻ്റെ രക്തം, ഈ യേശുവിൻ്റെ രക്തം നമുക്കിന്ന് ഒരു ആക്സസ് തന്നിരിക്കുകയാണ്. യു വിൽ ബി ഗിവൺ ആക്സസ് ടു എൻ്റർ ആൻഡ് ആക്സസ് ദ സ്പിരിറ്റ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സ്പിരിറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഈ സ്പിരിറ്റ് നമ്മുടെ ഒരുപാട് ഈ സ്പിരിറ്റിനെ ട്രാവൽ ചെയ്യാം, അല്ലേ? ഈ സ്പിരിറ്റിനെ യുവർ സ്പിരിറ്റ് ക്യാൻ ട്രാവൽ എനിവെയർ, എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. കാരണം ഇവിടെ ഇരിക്കുമ്പം തന്നെ നമ്മുടെ ആത്മാവിനും അതുപോലെ നമ്മുടെ മനസ്സിനും യുവർ സ്പിരിറ്റ് ഷുഡ് ഹാവ് ദ കപ്പാസിറ്റി ടു ട്രാവൽ ഇൻ ദ സ്പിരിറ്റ്. ആത്മീയ വളർച്ച പ്രാപിച്ച എന്ന് പറഞ്ഞാൽ കർത്താവിനെ അറിഞ്ഞ്. രണ്ടാമത്, യുവർ സ്പിരിറ്റ് മസ്റ്റ് ബി ട്രെയിൻ ടു എൻ്റർ ഇൻ ടു ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ഈ ടെമ്പിളിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ സ്പിരിറ്റിനെ നമ്മൾ ട്രെയിൻ ചെയ്യുക ത്രൂ പ്രെയർ. നമ്മുടെ ആത്മാവ് നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിലും ഈ ആത്മാവ് പ്രാർത്ഥനയിൽ കൂടി ഇത് ട്രാവൽ ചെയ്യുന്നു. പ്രാർത്ഥനയിൽ കൂടി ഈ ആത്മാവ് ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ആൻഡ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ആത്മീയ വളർച്ച പ്രാപിച്ച ഈ ആത്മാവ്, യുവർ സ്പിരിറ്റ് മസ്റ്റ് ബി ഗിവൺ പെർമിഷൻ ടു എൻ്റർ, അവിടെ പ്രവേശിക്കാനുള്ള അധികാരം നിങ്ങൾക്ക് കിട്ടുകയാണ്, അതോറിറ്റി കിട്ടുകയാണ്.
ഇതെല്ലാം ആത്മീയമായിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ല നമ്മൾ പോയി ചെയ്യുന്നുള്ളതല്ല. നമ്മുടെ ആത്മാവ് നമ്മുടെ ട്രാവൽ ചെയ്ത് നമ്മുടെ ആത്മാവ് ആ യേശുവിൻ്റെ രക്തം അക്സസ് ചെയ്തുകൊണ്ട് ഹോളി ഏരിയയിൽ ഹോളീസ് ഓഫ് ഹോളിയിലേക്ക് കയറുകയാണ്. നമ്മൾ ദൈവമായി തീരുകയല്ല, അവിടെ പോയി യേശുവിന് പകരക്കാരനായിട്ട് നമ്മൾ പോയി അത് സ്പ്രിങ്കിൾ ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൽ കൂടി നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവും കൂടെ ചേർന്ന് എന്ന് അങ്ങനെ വേണമെങ്കിൽ ചിന്തിച്ചോ, വീണ്ടും ജനിച്ച എല്ലാ ദൈവമക്കൾക്കും യേശുവിൻ്റെ രക്തം ആക്സസ് ചെയ്യാം. യേശുവിൻ്റെ രക്തം നമുക്ക് തളിക്കാം, തളിച്ച് നമുക്ക് വിടുതൽ പ്രാപിക്കാം. യു വിൽ ഹാവ് ഗിവൺ ദ ആക്സസ്. നമുക്കൊരു ആക്സസ് തന്നിരിക്കുകയാണ്. എവിടെയാണ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിച്ച് യേശുവിന് പകരക്കാരനായിട്ട് ഈ രക്തം നമ്മുടെ ആത്മാവിലും നമ്മുടെ മനസ്സിലും തളിക്കാനായിട്ടുള്ള പെർമിഷൻ. യുവർ സ്പിരിറ്റ് മസ്റ്റ് ബി ഗിവൺ പെർമിഷൻ ടു എൻ്റർ ദ അതോറിറ്റി. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോഴിന്ന് പറഞ്ഞത് ഈ രക്തം സംസാരിക്കുന്ന രക്തമാണ്. ഈ രക്തം സംസാരിക്കുന്ന രക്തമാണ്. നിങ്ങളുടെ പേര് പറഞ്ഞ് സംസാരിക്കും. ഹാബേലിൻ്റെ രക്തം സംസാരിക്കുന്നത് നമ്മൾ നേരത്തെ കേട്ടാണല്ലോ. ന്യായവിധിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം കരുണയ്ക്കായിട്ട് ജസ്റ്റിഫിക്കേഷനായിട്ട് സംസാരിക്കും. നമുക്കെതിരെ പിശാച് സംസാരിക്കുമ്പോൾ യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കും. സോ ഫസ്റ്റ് സ്റ്റേജിൽ വി ആർ ലീഗലി കമ്മിങ് ബിഫോർ ദ പ്രസൻസ് ഓഫ് ഗോഡ് ടു ഗെറ്റ് പെർമിഷൻ ടു ആക്സസ് ദ ബ്ലഡ്. നമുക്ക് ലീഗലായിട്ട് ഒരു പെർമിഷന് വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുകയാണ് ഇത് ആക്സസ് ചെയ്യാനായിട്ട്. രണ്ടാമത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മളിത് എൻ്റർ ആൻഡ് ആക്സസ് ദ ബ്ലഡ് സെക്കൻഡ് സ്റ്റേജിൽ. മൂന്നാമത് വി ആർ അപ്ലൈയിങ് ദ ബ്ലഡ്. ഈ ബ്ലഡ് നമ്മൾ അപ്ലൈ ചെയ്യാണ്. എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? സ്റ്റാർട്ട് ടു വാഷ് ദ ഓർഗൻസ് ഓഫ് ദ ബ്ലഡ്. ഓർഗൻസ് ബൈ ദ ബ്ലഡ്. നമ്മുടെ എല്ലാ ഓർഗൻസിലേക്ക്. ഏതാ? സോളിൻ്റെ ഓർഗൻസ്, സ്പിരിച്വൽ. നമ്മൾ പഠിച്ചാണ് സോളിൻ്റെ ഓർഗൻസ് എന്തൊക്കെയാണെന്ന്, സ്പിരിച്വൽ ഓർഗൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചാണ്. അതിൽ ഇതെല്ലാം നമ്മൾ ഈ ബ്ലഡ് അപ്ലൈ ചെയ്യാണ്. ഡെവലപ്പിംഗ് ദ പവർ ഓഫ് ഇമാജിനേഷൻ ടു സ്വിച്ച് ടു സീ ദ റെലംസ്. ഈ റെലംസിലേക്ക് നമ്മുടെ ഇമാജിനേഷൻ വഴി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയാണ്. എങ്ങോട്ടേക്കാണ്? ഈ ദൈവിക ഈ റലത്തിലേക്ക്, സ്പിരിച്വൽ റലത്തിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്. ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് നമ്മൾ ഈ സോളിലും ഈ സ്പിരിറ്റിലും എല്ലാം ഈ ദൈവത്തിൻ്റെ യേശുവിൻ്റെ രക്തം തളിച്ച് ശുദ്ധീകരിക്കുകയാണ്. പാപത്തിൻ്റെ സുഖത്തെ വിട്ട് അതുമായി ഷേക്ക് ഹാൻഡ് ചെയ്ത് കൊടുത്താൽ ദുരാത്മാവ് നമ്മളെ ടോർമെൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടെ പാപത്തിൻ്റെ സുഖത്തെ വിടുക, അതുമായി ഷേക്ക് ഹാൻഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും ഈ ദുരാത്മാവ് നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. ദൈവം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് അത് നമുക്കൊരു ലീഗൽ റൈറ്റ് തരികയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനാൽ പ്രാർത്ഥനയിൽ കൂടി ആക്സസ് ചെയ്യുക. ആക്സസ് ചെയ്തിട്ട് നമ്മളവിടെ പ്രവേശിച്ചിട്ട് നമ്മുടെ മനസ്സിലും നമ്മുടെ ആത്മാവിലും ഇത് സ്പ്രിങ്കിൾ ചെയ്യുക. ആത്മാവ് വിശുദ്ധമാണ്, ദൈവമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. നമുക്ക് ഡെയിലി ആയിട്ടുള്ള മനസ്സ് പുതുക്കിയുള്ള രൂപാന്തരം ഈ ബ്ലഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അവിടെ എൻ്റർ, ആക്സസ്, അപ്ലൈ. ഈ 3 കാര്യങ്ങൾ നമ്മൾ ആത്മാവിൽ ചെയ്യണം. സ്പിരിച്വൽ തലത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മളെ പ്രാർത്ഥനയിൽ കൂടിയാണ് ചെയ്യുന്നത്, നമ്മുടെ വേർഡ്സിൽ കൂടിയാണ് ചെയ്യുന്നത്. അത് നമ്മളത് ഇമാജിൻ ചെയ്യുകയാണ്. ദാറ്റ്സ് ദ പവർ ഓഫ് ഇമാജിനേഷൻ. നമ്മൾ ആ റലത്തിലേക്ക് സ്വിച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഈ രക്തം ഇവിടെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോഴേ അവിടെ എല്ലാം ശുദ്ധീകരിക്കും. നമുക്ക് വേണ്ടി പിശാച് എതിരായിട്ട് സംസാരിക്കുമ്പോഴേ യേശുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഞാൻ ഇന്ന് യേശുവിൻ്റെ രക്തത്താലുള്ള വിടുതലിനെ കുറിച്ചാണ് പറഞ്ഞത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ യേശുവിൻ്റെ നാമത്താലുള്ള വിടുതൽ പറഞ്ഞു, യേശുവിൻ്റെ രക്തത്താലുള്ള വിടുതൽ ഞാൻ പറഞ്ഞു. ഇനിയും നമുക്ക് ഒരു സെക്ടറും കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞിട്ട് നമ്മൾ ഡെലിവറൻസ് പ്രെയറിലേക്ക് നമ്മൾ കയറുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ഡെലിവറൻസിന് വേണ്ടതായിട്ടുള്ള ചില എക്വിപ്മെൻറ്റ്സ്, ചില നമുക്ക് വേണ്ടതായിട്ടുള്ള ചില ആക്സസറീസ് നമുക്ക് വേണമല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെലിവറൻസ് പ്രെയറിലേക്ക് കയറുന്നതാണ്. ഈ ഡെലിവറൻസ് പ്രെയറിൽ നിങ്ങളെല്ലാവരും എന്നോട് കൂടെ ഉണ്ടാവണം.
ഈ ഡെലിവറൻസ് പ്രയറിൽ ഭയങ്കര ഒരു റിലീസ് പറയുകയാണ്. ഇതിനൊരു മോഡലായിട്ട് പറയുകയാണെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ യേശുവിൻ്റെ രക്തം ആക്സസ് ചെയ്തുകൊണ്ട് കർത്താവേ, ഞങ്ങളുടെ ദേഹത്തിലും ഞങ്ങളുടെ ദേഹിയിലും ഞങ്ങളുടെ ആത്മാവിലും ഞങ്ങൾ പൂർണ്ണമായിട്ട് അത് തളിച്ച് അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നീ കർത്താവെ കാൽവറിയിൽ ചൊരിഞ്ഞ രക്തം പരിശുദ്ധാത്മാവിനാൽ നീ അവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് കർത്താവെ സ്പ്രിങ്കിൾ ചെയ്തതുപോലെ ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളത് സ്പ്രിങ്കിൾ ചെയ്യുവാൻ, ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ ആത്മാവിൽ അത് സ്പ്രിങ്കിൾ ചെയ്യുവാൻ, ശുദ്ധീകരിക്കുവാൻ കർത്താവെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തമാണ് കർത്താവെ, ഞങ്ങളെ വീണ്ടെടുത്ത രക്തമാണ്, ഞങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള കർത്താവെ ക്ലെൻസിങ് തരുന്ന രക്തമാണ് കർത്താവെ. അത് ഞങ്ങൾ ഉപയോഗിക്കുവാൻ ഈ ദിവസങ്ങൾ ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില ആളുകൾ ഡിപ്രഷനിലിരിക്കുന്ന ആളുകൾ നിങ്ങളൊന്ന് എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങൾക്കിപ്പോൾ നാവിൽ നിന്ന് വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറച്ചൊന്ന് പ്രാർത്ഥിക്കുമോ? സ്തോത്രം, സ്തോത്രം. യേശുവിൻ്റെ നാമത്തിലെ ഈ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഈ ഡിപ്രഷനിൽ നിന്ന്, ആ ഡിപ്രഷൻ്റെ ആത്മാവിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റബാലത യേശുവിൻ്റെ ശക്തി ഈ ദിവസങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായിട്ട് വിടുതൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവരങ്ങളെ കേൾപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നിങ്ങളെ കൂടുതലായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നവർ ഇത് തുടർമാനമായിട്ട് മുമ്പിലത്തെ എപ്പിസോഡും മറ്റുള്ളതൊക്കെ കാണണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ഇടയ്ക്ക് കയറി കണ്ടാലും മനസ്സിലാവത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നതാണ്. ഈ സീരീസ് മുഴുവൻ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫസ്റ്റ് സൺഡേ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ നമ്പർ അയച്ചു തന്നാൽ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.